ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ തലപതി വിജയ് റീസെൻ്റ്ലി കണ്ടിരുന്നത് നേരിട്ട് കണ്ടെന്നല്ല, ദൂരെ നിന്ന് കണ്ടതാണ്. ഗോട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ കണ്ട ആ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എങ്കിലും എടുത്തല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്ത് ഷൂട്ടുള്ള ദിവസമാണ് ഞാൻ പോകാമായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ പേരൊക്കെ കൊടുത്ത്, അപ്പം ചിലർ പറയണ 700 റുപ്പീസാണ്, ചിലർ 600 അല്ല, ചിലർ പറഞ്ഞാൽ 800 റുപ്പീസാണ് ഇതേപോലെ സാലറി കിട്ടണം, ചിലർ പറഞ്ഞ് 700 റുപ്പീസ് ആയിരിക്കും. പക്ഷെ ഞാനങ്ങനെ പൈസ നോക്കിയിട്ടല്ല, നമുക്ക് തലപതിയെ കാണണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇതിൽ കെയർ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈം പറഞ്ഞതെന്ന് വെച്ചാൽ 6 മണിക്ക് ഷൂട്ട് തുടങ്ങും, 4 മണിക്ക് എത്തണം, 6 മണിക്ക് ഷൂട്ട് തുടങ്ങും, വെളുപ്പിന് 3 മണിയാകുമ്പോൾ കഴിയും, ചിലപ്പം അതൊരു 6 മണിയും ആവും. അപ്പം എനിക്ക് എക്സാം ഉണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു ഷൂട്ടിന് പോയിട്ട് അടുത്ത ദിവസം രാവിലെ 6 അവിടെ എവിടെയെങ്കിലും ഒന്ന് ഫ്രഷായി നേരെ എക്സാം എഴുതി വീണ്ടും ഷൂട്ടിന് പോയി, അങ്ങനെ. കാരണം തലപതി വിജയ് ഇത്ര വർഷത്തിന് ശേഷം വരെയില്ല, അപ്പോൾ ആ ഒരു കാണണം എന്നുള്ള ഇതിൽ പേര് കൊടുത്തതാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ എക്സാം എഴുതി വൈകുന്നേരം എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കൂടെ ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പോയി. ഞാനൊരു 3 മണിയായപ്പോഴേ നമ്മളവിടെ ഉണ്ട്. അപ്പോൾ ഈ തലപതി എപ്പോൾ വരും എന്ന് അറിഞ്ഞുകൂടാ. ഒരു 5 മണിക്കൊക്കെ വരും, ഫാൻസ് മീറ്റ് ഉണ്ട് എന്ന് പറയണം, പക്ഷേ ഒഫീഷ്യലായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ വരുമോ ഇല്ലേ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളൊരു 5 മണിയായപ്പം ഞാൻ ട്വിറ്റർ എടുത്ത് നോക്കിയപ്പോൾ ട്വിറ്റർ എക്സ് എടുത്ത് നോക്കിയപ്പം ഹയത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അവിടെ നിന്ന് വിജയ് അണ്ണ ഇറങ്ങണതായിട്ട് ഒരു സംഭവം കണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ വരുമെന്ന്. പക്ഷേ എന്നിട്ടും നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിജയണ്ണം വരാനില്ല. അപ്പോഴും വിചാരിച്ചു ക്രൗഡൊക്കെ കാരണം പതുക്കെയല്ലേ വരാൻ പറ്റൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ വീണ്ടും നോക്കി വന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ ഈ ക്രൗഡ് വരാതിരിക്കാൻ എന്തോ ബാക്ക് വഴി എന്തോ കയറ്റി. അപ്പോൾ നമ്മൾ മറ്റേ ബോഡി ഗാർഡ്സ് കൂടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഇപ്പോൾ അവർ പറഞ്ഞ വിജയണ്ണം കുറേ നേരമായി വന്നിട്ട്, നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം വിജയണ്ണ എന്തായാലും ഇവിടെ എന്തായാലും ഇപ്പോൾ ഷൂട്ടിന് കയറിയിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ നിങ്ങളെ കാണാനൊന്നും വരില്ല, നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം തോന്നി. നമ്മൾ എന്നിട്ടും ഒരു 7 മണി വരെ നിന്ന്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പം പെട്ടെന്ന് വിജയുടെ എനിക്ക് പേര് മറന്നു, ഇപ്പോഴൊരു വൈറ്റ് ഷർട്ട് ഇട്ട് നടക്കുന്ന ഒരു ആളുണ്ടല്ലോ, അയാൾ വന്നവിടെ നമ്മളെ അടുത്ത് പറഞ്ഞ് വിജയണ്ണ ഇപ്പോൾ വരും, പക്ഷെ നിങ്ങളാരും കൂടുതൽ ബഹളം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ സംഭവം അവിടെ ഒരു കമ്പി, അന്ന് നമ്മളിങ്ങനെ അറിയില്ല പുറത്തോട്ട് ചാടാതിരിക്കും, ഒരു കമ്പി പോലെ സംഭവം കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചങ്ങലയായിരുന്നു. പിന്നെ അത് കമ്പിയൊക്കെ വെച്ച് കെട്ടി. നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ പോയ അന്ന് ചങ്ങലയായിരുന്നു. അപ്പോൾ ഈ ചങ്ങല ഒക്കെ വെച്ച് ആൾറെഡി ചിലയിടത്തൊക്കെ പൊട്ടിപ്പോയി, കാരണം ആൾക്കാരെ ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ ഈ ചങ്ങലയിൽ നിന്ന് എടുത്ത് ചാടയാ വല്ലതും വിജയണ്ണനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോകാൻ ശ്രമിച്ച വിജയണ്ണൻ വരില്ല, അപ്പം തന്നെ ഇറങ്ങിപ്പോവും. പിന്നെ പോലീസിൻ്റെ വക കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നിങ്ങൾ ഇതായ ഉറപ്പായിട്ട് ലാത്തിയിട്ട് അടിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വിജയണ്ണൻ വരുമ്പം നമുക്ക് അങ്ങനെ ചാടാനൊന്നും തോന്നില്ല, വിജയണ്ണനെ കണ്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആവും. അങ്ങനെ ഞാനപ്പം എനിക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റി ആ സമയം. പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കുറച്ച് നേരം വിജയണ്ണം വന്ന്. പക്ഷെ വിജയണ്ണം വന്ന സമയത്ത് ഈ ക്രൗഡ് പെട്ടെന്ന് അങ്ങ് കയറി. ഒരാളുടെ കൈ എൻ്റേതാ ഇവിടെ ഇങ്ങനെ അയാളിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അയാൾ ഇതൊന്നും അറിയണില്ല. അപ്പം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടും കൈ മാറ്റില്ല, എനിക്ക് എന്തോ പോലെയായി. അങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോയി പെട്ടെന്ന് ക്രൗഡെല്ലാം കൂടെ അങ്ങ് ആയി. എനിക്കാണെങ്കിൽ ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിന്നാലും എനിക്ക് കാണാൻ പറ്റൂല. അപ്പോൾ എനിക്ക് വിജയണ്ണൻ വന്ന് ഇവിടെ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിൻ്റെ സൗണ്ട്, പക്ഷെ ഞാൻ സത്യത്തിൽ വിജയണ്ണനെ കണ്ടില്ല. എനിക്ക് അവിടെ വിജയണ്ണൻ വന്നെന്ന് മനസ്സിലായി, പക്ഷേ ഇവരെല്ലാവരും കൂടെ അവിടെ ബഹളം. അങ്ങനെ ഇവരെ പലരും വീഡിയോ എടുക്കണമുണ്ട്. ആ വീഡിയോ എടുക്കണ പോലും എനിക്ക് ഹൈറ്റിൻ്റെ സീൻ കാരണം എനിക്ക് എത്തി നോക്കി കാണാൻ പറ്റില്ല. അങ്ങനെ അവസരം വിജയണ്ണൻ പോയി. എനിക്ക് സത്യത്തിൽ വിഷമം വന്നു, കാരണം വിജയണ്ണൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഫ്രണ്ടിലാണ് നിന്നത്. പക്ഷേ ഈ ക്രൗഡിൻ്റെ ഒരു ഇത് കാരണം കാരണം എനിക്ക് അങ്ങനെ മിക്ക പേർക്കും പറ്റും, പക്ഷെ എനിക്കെന്തോ ആ ക്രൗഡിൻ്റെ ഇടയിൽ ആ ഫ്രണ്ടിൽ നിന്ന് അത്രയും നേരം അങ്ങനെ സഹിക്കാൻ പറ്റിയില്ല. എന്തോ പോലെ എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വന്നതാണ്, ഞാൻ മാറിപ്പോയത്. അങ്ങനെ അവസരം വിഷമം വന്നു. പക്ഷെ ഞാൻ എൻ്റെ കൂടെ വന്ന ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനും കണ്ട് തള്ളി. എനിക്കെന്തോ ഒരു ചമ്മൽ പോലെയാണ് ഇത്രയും വന്ന ചേട്ടൻ ഏതോ ഒരു
ഓട്ടോയുടെ അല്ല ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ കയറി നിന്ന് ചേട്ടൻ കണ്ട്. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെയൊക്കെ ഓട്ടോ കാറിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് പല വണ്ടികൾക്കും ഡാമേജ് സംഭവിച്ചു. പിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടത് ഏതോ ഒരുത്തെന്തോ ചാടി ചങ്ങലയിൽ നിന്ന് ചാടി എന്തോ കാലെന്തോ ഒടിഞ്ഞ് അങ്ങനെ ഒരു സീനുണ്ടായി. അങ്ങനെ ഞാൻ സത്യത്തിൽ വിഷമമായി. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടും തള്ളി. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞ് തള്ളി. എനിക്കെന്തോ ആ സമയത്ത് കണ്ടില്ല എന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ വന്നവരും കണ്ട്, ഞാൻ മാത്രം എനിക്കെന്തോ ആ സമയത്ത് ഞാൻ ചെയ്ത തെറ്റായിരിക്കാം, അല്ല തെറ്റാണ് എങ്കിലും പറ്റിപ്പോയി. അങ്ങനെ അവസാനം എനിക്കതൊരു ഇതായിട്ട് തോന്നി, വിഷമമായിട്ട് തോന്നി. പിന്നെ എനിക്ക് പറ്റിയൊരു മെയിൻ സീനെന്ന് വെച്ചാൽ ഞാൻ ഈ വിജയ് അണ്ണനെ നേരിട്ട് കാണണം, നേരിട്ട് അടുത്ത് നിന്ന് കണ്ട് ഫോട്ടോ എടുക്കണം, അങ്ങനെയായിരുന്നു ഞാൻ ശ്രമിച്ചത്. മര്യാദയ്ക്ക് ഞാൻ അത് ശ്രമിക്കാതെ ഇവരെ പോലെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു ഫസ്റ്റ് ഡേ. ഞാൻ എപ്പോഴും അതിനാണ് ശ്രമിച്ചുകൊണ്ട് ഇരുന്നത്. ഞാൻ പല അങ്ങനെ വഴി ഫാൻസിനെ കോൺടാക്റ്റ് ചെയ്യുക, എനിക്ക് പരിചയമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക. ആ സമയത്ത് ഞാൻ മര്യാദയ്ക്ക് ഡെയിലി ഹയത്തിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി ട്രൈ ചെയ്തിരുന്നെങ്കിൽ വിജയ് അണ്ണനെ നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ ഇത് ഞാൻ അടുത്ത് കാണണം, അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചായിരിക്കും അതിന് ഒന്നും നടക്കാൻ പോയത്. അങ്ങനെ ഞാൻ വിഷമത്തിലായി. അങ്ങനെ അവസാനം വിചാരിച്ചു ഷൂട്ട് തീരണ ദിവസം എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഷൂട്ട് തീരണ ദിവസം അപ്പോഴും ഞാൻ എക്സാം എഴുതി. എനിക്ക് ഉച്ച വരെയായിരുന്നു എക്സാം. അപ്പോൾ ഉച്ചയ്ക്ക് എക്സാമും എഴുതി. അപ്പോഴും എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ തമ്പാനൂർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തമ്പാനൂർ ആ ചേട്ടൻ വന്ന് നമ്മൾ ഒരുമിച്ച് ബസ്സിൽ പോയി. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴേ മിക്ക പേരും വിജയണ്ണനെ കാണാൻ വരണ ആൾക്കാരാണ്. കാരണം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ബസ്സിലെ ആൾക്കാരെ ചോദിച്ച് ഈ കഴക്കൂട്ടത്ത് എന്താ പരിപാടി, എല്ലാവരും കഴക്കൂട്ടത്താണല്ലോ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പറഞ്ഞു ഇതേപോലെ വിജയവർണ്ണയാണ് സംഭവം എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളെല്ലാം സ്റ്റോപ്പിലെത്തി. ഞാൻ അന്ന് ഒരു 2:30 എത്തി. 5 മണിക്ക് അന്ന് വിജയണ്ണ ഫാൻസുമായിട്ട് മീറ്റപ്പ് നടത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അന്നും സംഭവിച്ചത് ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ് നിന്നത്. ഞാൻ ഫ്രണ്ടിൽ പോയി അവിടെ ആലപ്പുഴയുള്ള 2-3 ചേട്ടന്മാർ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവരോട് കമ്പനി അടിച്ച് ആ ഒരു ഇതിൽ ഞാൻ ഫ്രണ്ടിൽ കയറി നിന്ന്. പക്ഷേ അവിടെയും ഒന്നാമത് ഭയങ്കര വെയിൽ, കുറേ നേരമായപ്പോൾ ക്രൗഡ് കയറി ഇങ്ങനെ ഞെരുങ്ങി എനിക്ക് തല കറങ്ങാൻ പോലെ വന്നു. ഞാൻ എന്നിട്ട് സഹിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി കുറച്ച് നേരം കൂടെ എന്നാൽ ചിലപ്പോൾ തല കറങ്ങി വീഴും. എനിക്ക് ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ചെറിയ വിഷയമുണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഫ്രൂട്ടി വാങ്ങിച്ച് കുടിച്ച് കുറേ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറച്ച് ബാക്കിൽ നിന്നാൽ സത്യത്തിൽ അണ്ണനെ ക്ലിയർ ആയിട്ട് കാണാം. ഫ്രണ്ടിൽ നിന്ന് കാണുന്നതാണ് എക്സ്പീരിയൻസ്. എനിക്ക് മനസ്സിലായി അവിടെ നിന്നാൽ അവിടെ ഫ്രണ്ടിൽ പോയി നിന്നാൽ ഞാൻ എന്തായാലും ക്രൗഡ് നിറയുമ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ ബാക്കിൽ പോകും. കാരണം അണ്ണനെ ഒട്ടും കാണാൻ പറ്റില്ല. അതിനേക്കാളും ബാക്കിൽ നിന്ന് കണ്ട ക്ലിയർ ആയിട്ട് അങ്ങനെ കാണാമല്ലോ എന്നുള്ള ഇതിൽ അവിടെ ആയാലും മതിയെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പം ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂട്ടറിൻ്റെ മുകളിൽ കയറി നിന്നാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതെനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനങ്ങനെ സ്കൂട്ടറിൻ്റെ അവിടെ കയറി നിന്ന് അവിടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും നിന്ന് അങ്ങനെ ഒരു 5-ന് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 5:30 ആയപ്പം മനസ്സിലായി ഹയത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് മനസ്സിലായി അണ്ണൻ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ്. അവിടെ ആൾറെഡി ചെണ്ടമേളമാണ്. അപ്പോൾ ചെണ്ടമേളം തുടങ്ങുമ്പോൾ എപ്പോൾ അണ്ണൻ വരും ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നിൽക്കണം. പെട്ടെന്ന് അപ്പോൾ ഈ വണ്ടിയൊക്കെ അറിയില്ല, മറ്റേ അണ്ണൻ നിൽക്കണ വാനൊക്കെ ആൾറെഡി സെറ്റാണ്. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പടി കയറി അണ്ണ ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ ഒരു സെക്കൻഡ് കാരണം നമ്മൾ ഈ സിനിമയെ കാണുന്നതിനൊക്കെ അണ്ണൻ കുറച്ചും കൂടെ എനിക്ക് കളറുള്ളതായിട്ട് തോന്നി. എന്നുവെച്ചാൽ കുറച്ചും കൂടെ നല്ല വൈറ്റായിട്ട് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നാമത് കോസ്റ്റ്യൂം നൈസായിരുന്നല്ല, മറ്റേ വൈറ്റ് ഷർട്ടും ടീഷർട്ടും പാൻറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ എനിക്കതിങ്ങനെ പറഞ്ഞ് മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് ഇമോഷണലായി വെച്ചപ്പോൾ പറയാൻ, പക്ഷേ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണമെന്ന് വെച്ചാൽ പണ്ട് മുതലേ അണ്ണനെ കാണണമെന്ന് ഡ്രീമുണ്ട്. പക്ഷെ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് കാണാൻ നമ്മളിവിടെ വരുമൊന്നും പെട്ടെന്നല്ല. അപ്പോൾ അണ്ണനെ ഇങ്ങനെ പോലും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ അവിടെ വന്നിട്ട് അന്ന് അണ്ണൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഒരു സന്തോഷവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അണ്ണനെ കാണാൻ പറ്റും എന്നങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ പണ്ട് മുതലേ അണ്ണനെ കാണാൻ ട്രൈ ചെയ്യണുണ്ട്. പക്ഷേ ഇതോട്ട് ഒന്നും നടന്നിട്ടില്ല. ഒന്ന് ദൂരെ നിന്ന് കാണാൻ പോലും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റി. അതൊരു സന്തോഷം. അതും അണ്ണ അന്ന് അവിടെ വന്ന് സ്പീച്ച്, അണ്ണൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റി. അതെല്ലാം ഒരു സന്തോഷമാണ്. അങ്ങനെ അവസാനം എനിക്ക് അങ്ങനെ ലാസ്റ്റ് ഡേ ഒന്ന് കാണാൻ പറ്റി അണ്ണനെ ക്ലിയറായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് അതാണ് സംഭവം. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. എനിക്ക് വീഡിയോസ് ഡെയിലി ഇടാനാണ്, പക്ഷേ എനിക്ക് അറിയാമല്ലോ ഞാൻ ഫസ്റ്റ് സംസാരിച്ച് വരണതേ ഉള്ളൂ. ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം, ഞാൻ അത് അടുത്ത വീഡിയോയിൽ ശരിയാക്കുന്നതാണ്. അപ്പം ബൈ ഗൈസ്. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് നടന്ന ദിവസമാണ് മനസ്സിലായത്. നമ്മുടെ ഫോണൊക്കെ അവർ വാങ്ങിച്ച് വയ്ക്കും, കാരണം ഷൂട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ലീക്കായ അപ്പോൾ നമ്മൾ ഫോണൊക്കെ പിടിച്ച് വാങ്ങിക്കുക. അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയില്ല. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നവും ഉണ്ട്, എനിക്ക് എക്സാം. ഞാൻ നോക്കിയപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയാലും അണ്ണനെ കാണാൻ പറ്റും. നോക്കിയപ്പോൾ ഇങ്ങനെ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നായാലും എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരു ഡേ കാണാൻ പറ്റും എന്ന് മനസ്സിലായി. അതാണ് ഞാൻ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറാത്തത്. കാരണം ഞാൻ അഭിനയിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാരണമല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പേര് കൊടുത്തത്, അണ്ണനെ കാണാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയില്ല. അതാണ് ആ ഒരു സംഭവം.